സിറ്റി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസിന്റെ ട്രിപ്പ്. അവർ യാത്ര പോവുകയാണെങ്കിൽ തന്നെ ആദ്യം അവരുടെ ചിന്തയിൽ വരുന്നത് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ വരുമോ എന്നതായിരിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് യോഗാശ്രമിൽ വരുന്ന മിക്ക പേഷ്യൻസും ഈ ഒരു റീസണിൽ തന്നെയാണ് വരുന്നത്. ഇതിലെങ്ങനെയാണ് മാം അതിനെ നോക്കിക്കാണുന്നത്? ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതിനെ തുടർന്നാണ് എനിക്ക് ആ ഒരു കാറ്റഗറി ഓഫ് പേഷ്യൻസിനെ തന്നെ എന്താ പറയുക, അതാണ് എൻ്റെ ഒരു 100 പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ 95 പേഷ്യൻറ്റും വരുന്നത് ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം തന്നെയായിട്ടാണ്. അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നു ഈ ഒരു പാൻഡമിക്കിൻ്റെ സമയം തൊട്ട് ഈ ഒരു സമയം വരെ ഞാനൊരു 40,000 പേഷ്യൻസിനെ ആസിഡ് റിഫ്ലക്സിൽ നിന്ന് തന്നെ രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് എൻ്റെ പേഴ്സണൽ ഇഷ്യൂ കാരണം അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് വേറെ ആരോട് പറയുന്നേക്കാളും എന്നോട് പറയുമ്പോൾ ആ കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആ പേഷ്യൻസിന് എനിക്ക് സക്സസ് ആവുന്നതും 1 മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസിഡിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മണ്ണ് വൃത്തികേടാവുന്നതാണ്. ശരിക്കും നമ്മളുടെ മലിനമാവുന്ന ഭൂമിയാണ് ആസിഡ് റിഫ്ലക്സിന്റെ മെയിൻ കാരണം. എങ്ങനെയാണ് അതിന്റെ ഒരു കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് അറിയാൻ നല്ലൊരു ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഇപ്പോ ഷിജിന് തന്നെ അറിയാം, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ എയർ അതുപോലെ തന്നെ പഞ്ചമഹാഭൂതങ്ങളെല്ലാം തന്നെ പൊല്യൂട്ടഡ് ആണ്. അപ്പൊ അതിൽ നിന്ന് ആദ്യം നല്ല നമുക്ക് മണ്ണിരകളൊക്കെ ഒത്തിരി കാണുന്ന ഭൂമിയായിരുന്നു. ഇപ്പൊ മണ്ണിരകൾ ഇല്ലാത്തത് ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗം കൊണ്ടാണ്. അതിൽ നിന്ന് ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യേണ്ട നമ്മള് ഇപ്പൊ അതിൽ നിന്ന് നമുക്ക് ടോക്സിൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടായി, അതായത് കുട്ടികൾ മണ്ണിലും വെള്ളത്തിലും കളിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒത്തിരി മാതാപിതാക്കൾ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു മണ്ണിൽ പോലും എങ്ങനെയാണ് വിശ്വസിക്കുന്ന ഡോക്ടറെ എന്ന്. പക്ഷെ അതൊരു പരിധി വരെ സത്യമാണ്. പക്ഷെ നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാത്ത നല്ല പാർക്കുകളുണ്ട്, ഗാർഡൻ ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് നമുക്ക് കുട്ടികളെ അല്ലെങ്കിൽ പാടത്തും ഒക്കെ കുറച്ച് മണ്ണിലൂടെയൊക്കെ കുട്ടികൾ ഓടി നടന്ന്, അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് കർഷകന് വയറിൻ്റെ അസുഖമില്ലാത്തത് എന്തുകൊണ്ടാണ്? അവരേറ്റവും കൂടുതൽ മണ്ണിൽ പണിയുന്നത് കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ളവർ നല്ലപോലെ കിളച്ച് അധ്വാനിച്ച്, അപ്പം ഫിസിക്കൽ എക്സസൈസ് ഉണ്ട്, അവർക്ക് മണ്ണുമായിട്ട് സമ്പർക്കമുണ്ട്, നല്ലപോലെ വേർത്ത് അവരുടെ ടോക്സിൻസ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആഹാരം കഴിച്ചാൽ അവർക്ക് ഗ്യാസിന് എവിടെയാണ് സ്ഥാനം? ഏത് കപ്പയും അതുപോലെ തന്നെ ബീഫും പോർക്കും എല്ലാ സാധനങ്ങളും കഴിച്ചാലും അവർ വീണ്ടും ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അവർക്ക് വിശക്കും, വീണ്ടും അവർ പാടത്തേക്ക് ഇറങ്ങും അല്ലെങ്കിൽ കല്ല് പൊട്ടിക്കാൻ പോകും. അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് വയറിന്റെ പ്രശ്നമില്ല. അതുപോലെ നമ്മൾ കാണുന്ന റോഡ് സൈഡിൽ കാണുന്ന നാടോടി കുട്ടികൾ മണ്ണും അല്ലെങ്കിൽ വെയിലും എല്ലാം കൊണ്ട് കിടക്കുന്ന ആ കുട്ടികൾക്കും പ്രശ്നങ്ങൾ, ഞാൻ പറയുന്ന അവർക്ക് ആഹാരം കിട്ടാത്തതിന്റെ പ്രശ്നം അല്ലാതെ ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ ഡൈജഷൻ ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഇല്ല. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വ്യായാമം ഇല്ലാത്തത് അസിഡിറ്റിക്ക് ഒരു കാരണമാകുമെന്നാണ് ഡോക്ടർ? അതും ഒരു കാരണമാണ്. അത് മെയിൻ കാരണം എന്നല്ല പറയുന്നത്. ആസിഡ് റിഫ്ലക്സ് ഇസ് ആക്ച്വലി കോസ്ഡ് ബൈ എച്ച് പൈലോറി ബാക്ടീരിയ ആണ്. അതായത് നമ്മളുടെ വയറിലുള്ള നല്ല ബാക്ടീരിയാസ് കുറയുകയും ചീത്ത ബാക്ടീരിയാസിന്റെ അതിസങ്കരവുമാണ് ആസിഡ് റിഫ്ലക്സിന് ഒരു വലിയ കാരണമാകുന്നത്. ഇപ്പൊ എൻ്റെ യോഗാശ്രമിൽ ആസിഡ് റിഫ്ലക്സിനേക്കാളും കൂടുതൽ വരുന്നത് മൈഗ്രെയിൻ കേസാണ്. മൈഗ്രെയിൻ എന്ന് പറയുന്ന തലവേദന അവര് എത്ര നിങ്ങൾ പെയിൻ കില്ലേഴ്സ് കഴിച്ചോ ഒരിക്കലും നിങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കിട്ടില്ല. നിങ്ങളുടെ വയറിനെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ മൈഗ്രെയിനുള്ള പരിഹാരത്തിലേക്ക് എത്തുള്ളൂ. ഞാൻ പറയുന്നത് ഒരു 60-70% മൈഗ്രെയിൻ ഗട്ട് റിലേറ്റഡ് ആണ്. അതേസമയം ഒരു ബാക്കി ശതമാനം നമ്മൾ പറയുന്നത് ഹോർമോൺ റിലേറ്റഡ് ആണ്. അത് കൂടുതലും നമ്മൾ കാണുന്ന സ്ത്രീകളിലാണ്. കാരണം അവർക്ക് പീരീഡ്സിന്റെ സമയത്ത്, അവരുടെ മാസമുറയുടെ ആ സമയത്ത് വരുന്ന മൈഗ്രെയിൻ ആണെങ്കിൽ അത് പ്യുവർലി ഹോർമോൺ റിലേറ്റഡ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതേസമയം ഒരു വ്യക്തി പറയണമെന്ന് വെച്ചാൽ 2-3 ദിവസം എനിക്ക് നല്ല തലവേദനയാണ്, ആകെ പ്രശ്നമാണ്, പക്ഷെ അവർ വയറിന്റെ കാര്യം ഓർക്കുന്നില്ല. പക്ഷെ നമ്മളത് ചോദിച്ച ഒരു കേസ്, അതിനാണ് ഒത്തിരി പേര് വീഡിയോയുടെ താഴെ പറയും പെട്ടെന്ന് ഇതിനൊരു ഉത്തരം പറയും, ഏത് പ്രോബയോട്ടിക്കാ കഴിക്കേണ്ടത് അങ്ങനെ പറയുമ്പോൾ നമ്മൾക്കത് കേസ് ഹിസ്റ്ററി എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോയാലല്ലേ, അല്ലാതെ ഒറ്റ സെന്റൻസിൽ പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ ഈ ഒരു എച്ച് പൈലോറിയുടെ ബാക്ടീരിയയെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ മൈഗ്രെയിനുള്ള സൊല്യൂഷൻ ആവുന്നുള്ളതാണ് ഇതിനകത്ത് മെയിൻ കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഇതൊന്നും ഒരുപാട് പേര് ഈ സിറ്റി ലൈഫ് എന്ന് മാത്രമല്ല അല്ലെങ്കിൽ പോലും ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അതെ, അപ്പൊ അവർക്കുള്ള ഒരു നല്ലൊരു ടിപ്പ്. അപ്പൊ അവർക്ക് നല്ലൊരു ടിപ്പ് ഞാൻ പറയാം. അവർക്ക് പ്രോബയോട്ടിക്, അതായത് ടാബ്ലറ്റ് ഫോമിലും അതുപോലെ നല്ലപോലെ തൈരിന്റെ ഉപയോഗം
അതായത് നല്ല തൈര് അല്ലെങ്കിൽ പഴങ്കഞ്ഞി പോലത്തെ പ്രോബയോട്ടിക് ഫുഡ്സും കഴിക്കുന്നതാണ് അവർ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും മൈഗ്രെയിൻ മാറുന്നതായിട്ട് അവർക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ചികിത്സിക്കുന്നത് മൈഗ്രെയിനിന് ആ സിംറ്റമിനെ അല്ല, അതിന്റെ കാരണത്തിനെ. ഞാൻ തുടക്കം ചോദിച്ചൊരു കാര്യമുണ്ട്. സിറ്റി ലൈഫ് ആസ്വദിക്കുന്നവർ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അവർ യാത്ര പോകുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ പറഞ്ഞ പോലെ പേടിയാണ്. അസിഡിറ്റി പ്രശ്നങ്ങൾ വരും, ഗ്യാസ് ട്രബിൾ വരുമോ. അപ്പം അങ്ങനെയുള്ളവർ ചിന്തകൾ വരുന്ന സമയത്ത് അവരെടുക്കേണ്ട പ്രിക്കോഷൻസ് എന്താണ്? അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള വല്ല റെമഡീസോ അല്ലെങ്കിൽ വല്ല ഫുഡ് പ്രൊഡക്റ്റോ അവർ കരുതേണ്ടതായിട്ടുണ്ടോ നമുക്കിത് ഒഴിവാക്കാനായിട്ട്? ഒഴിവാക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ, എല്ലാ ദിവസവും എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കരിഞ്ജീരകം 1 സ്പൂൺ ഇട്ടിട്ട് രാത്രി കുടിച്ചു കഴിഞ്ഞാൽ, നാളെ നമ്മൾ യാത്ര ചെയ്യാനിരിക്കുവാണെങ്കിൽ തലേ ദിവസം രാത്രി ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ കരിഞ്ജീരകം ഇട്ടിട്ട് അടച്ചു വെക്കുക. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അതിനൊരു ലൈറ്റ് ബ്ലാക്ക് കളർ വരും. ആ ബ്ലാക്ക് കളറ് നമ്മളൊരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ എന്താ പറയുക അതിൻ്റെ ആ എസൻസോട് കൂടി കുടിക്കുക. അത് കരിഞ്ജീരകം ബാക്കി അത് കടിച്ച് ചവച്ച് കഴിക്കണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ കളയാം. അപ്പം ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും നമ്മുടെ വയറ് കൾച്ചർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു മാസമൊക്കെ കുടിച്ചിട്ട് ആ വയറ് ശരിയായി കഴിയുമ്പോൾ പിന്നെ അത് വല്ലപ്പോഴും കുടിച്ചാൽ മതി എന്നാണ് പറയാറ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്. രണ്ടാമത്തെ കാര്യം, ഇരട്ടി മധുരത്തിലാണ് ഇത്. ഇരട്ടി മധുര കഷായം അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം നിങ്ങൾക്ക് യാത്ര പോകുന്ന സമയത്ത് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇരട്ടി മധുരം നമ്മൾ അങ്ങാടിക്കടയിൽ കിട്ടും. അത് നമ്മളൊരു ചെറുതായിട്ടൊന്ന് കീറി വായിലിട്ട് കഴിഞ്ഞാൽ അത് അസിഡിറ്റി ഉണ്ടാക്കാതിരിക്കാൻ സഹായിക്കും. ഡോക്ടറെ, എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളൊരു കാര്യം, ഞാൻ ഡോക്ടറുടെ വളരെ വൈറലായി വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികൾ പാടത്തും പറമ്പിലും മണ്ണിലും മഴയിലും ഒക്കെ കളിക്കണം, എയർ കണ്ടീഷൻഡ് കുട്ടികളാണ് എന്ന് കേട്ടിട്ടുണ്ട്. നമ്മള് കുരുത്തം കെട്ട കുട്ടികൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. എയർ കണ്ടീഷൻഡ് കുട്ടികൾ എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. എന്താണ് ഡോക്ടർക്ക് കൂടുതലും കുട്ടികൾ പേഷ്യൻസ് ആയിട്ട് കൂടുതൽ വരുന്നുണ്ട്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ ഒത്തിരി ക്രിട്ടിക്സ് കേട്ട്, അതായത് അവരങ്ങനെ കളിച്ചാലുള്ള അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഡിബേറ്റ്സ് അതിനുള്ളിൽ തന്നെ നടന്നായിരുന്നു. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് അത് പറയണമെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഞാനത് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ എൻ്റെ യോഗാശ്രമിൽ വരുമ്പോൾ വയറിൻ്റെ അസുഖങ്ങളായിട്ട് വരുന്ന കുട്ടികളാണ്. അതായത് അവർ കൂടുതലും അവർക്ക് നഗറ്റ്സ്, അതുപോലെ തന്നെ സോസേജസ്, ഐസ്ക്രീം, പേസ്ട്രീസ് ഒക്കെ അവരെ കൊടുത്തു. അതായത് അവരുടെ അച്ഛനും അമ്മയും തിരക്കിലായിരിക്കും. അപ്പോൾ സൊമാറ്റോയിൽ ഓർഡർ ചെയ്ത് വരുത്തി കൊടുക്കാനുള്ള സാഹചര്യം അവർക്കുള്ളൂ. ഈ കുട്ടികൾ ഷുഗറി ഐറ്റംസ് ധാരാളമായിട്ട് കഴിക്കുകയും അതുപോലെ ഏത് സമയവും എയർ കണ്ടീഷൻ, അതായത് വൈകുന്നേരം ഒരു 5 മണി 6 മണി ആകുമ്പോഴത്തേക്കും സെർവൻറ്റ് പോകുന്നു, അത് കഴിയുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും ആരുടെങ്കിലും ഒരാളുടെ ഷിഫ്റ്റ് കഴിയും. ഇങ്ങനെയാണ്. വീണ്ടും അവർക്ക് സമയം കിട്ടുന്നില്ല. അന്നേരം ഏതെങ്കിലും പ്രോസസ്ഡ് ഫുഡ്സ് നമ്മൾ ചൂടാക്കി കൊടുക്കും, അല്ലെങ്കിൽ ടിന്നിൽ വരുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പം NRI കുട്ടികളാണെങ്കിലും ആയിക്കോട്ടെ, ഇവിടെയുള്ള കുട്ടികളായിക്കോട്ടെ, ഇവരെല്ലാവരും മോസ്റ്റ് ഓഫ് ദം ആർ ഇൻസൈഡ് ദ ഹൗസ്. ആരും തന്നെ പുറത്തേക്ക്, നാട്ടിൻ പുറത്ത് ഒരു ഇതാണെങ്കിലും നമുക്കറിയാം, അവരെല്ലാവരും വന്നു കഴിയുമ്പോഴത്തേക്കും അവരുടെ മിക്ക വീടുകളിലും പഴപോളി അങ്ങനത്തെയുള്ള പലഹാരങ്ങൾ അമ്മ വെച്ചു കൊടുക്കും. ഈ കുട്ടികളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പേസ്ട്രി കഴിക്കുന്ന കുട്ടിക്കാണോ അതെയോ ഒരു പഴപോളി വൈകുന്നേരം കഴിക്കുന്ന കുട്ടിക്കായിരിക്കുമോ ആരോഗ്യം കൂടുതൽ? അല്ലെ? തീർച്ചയായിട്ടും. അത് നമുക്ക് തന്നെ ലോജിക്കൽ ബുദ്ധി വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കടയിൽ നിന്ന് മേടിക്കുന്ന ആ എണ്ണ എന്ന് പറയുന്നത് വീണ്ടും 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 ഇത് ചെയ്യുന്ന, അതേസമയം വീട്ടിലുണ്ടാക്കുന്ന സ്വന്തം കൊച്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഇതാവുമ്പോഴത്തേക്കും ആ എണ്ണ വളരെ ഫ്രഷ് ആയിരിക്കും. ആ കുട്ടിക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും വരില്ല. ഞാൻ പറയുന്നത് അമ്മമാര് ഫുഡ് ഉണ്ടാക്കാനെ പറ്റിയല്ല. ഞാൻ പറയുന്നത് വെച്ചാൽ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഈ സെയിം സംഭവം തന്നെ. ഇപ്പൊ യോഗേർട്ട് ഐസ്ക്രീംസ് ഉണ്ട്, തൈരിൽ വരുന്ന ഐസ്ക്രീംസ് ഉണ്ട്. എന്തുകൊണ്ട് ഈ മറ്റേ ഇതായിട്ടുള്ള ഭയങ്കര ഷുഗറി ആയിട്ടുള്ളതിനെ സ്വാപ്പ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ യോഗേർട്ട് വെച്ചിട്ട് ചെയ്ത് കൊടുത്തുകൂടാ? അല്ലെങ്കിൽ നമുക്ക് ഈ ചോക്ലേറ്റിനെ എന്തുകൊണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ആയിട്ട് സ്വാപ്പ് ചെയ്തുകൂടാ? അതുപോലെ തന്നെ ഇവർക്ക് നട്ട്സും സീഡ്സും ഒക്കെ പൊടിച്ചു വെച്ചിട്ട് നല്ല ഒരു ജാറിൽ അവർക്ക് അവധി ദിവസം അവർക്ക് ചെയ്താൽ മതി. എന്നിട്ട് ആ കുട്ടിക്ക് ഷുഗർ ക്രേവിങ് വരുമ്പോൾ ഏറ്റവും ഹെൽത്തി ബോൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഇതുണ്ടല്ലോ, അതായത് നമുക്ക് ഒത്തിരി റെസിപ്പീസ് ഉണ്ട് അതിൽ. നെയ്യിൽ നല്ലപോലെ ഉരുട്ടി നമ്മൾ ഉണ്ടാക്കി വെക്കുക. അപ്പൊ അല്ലെങ്കിൽ നട്ട്സും സീഡ്സും കുട്ടിക്ക് കൊടുക്കുക, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ഇതൊക്കെ മാറ്റിയിട്ട് പൊറോട്ട, ബർഗർ, പിസ്സ, ഇത് കുട്ടി 7 ദിവസം കഴിക്കുന്ന കുട്ടികളുടെ ഉള്ളിൽ ചീത്ത ബാക്ടീരിയസ് ആണ് പെറ്റുപെരുകുന്നത്.
അപ്പൊ ഈ കുഞ്ഞിന് ചെറുപ്പം തൊട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസാ. എൻ്റെ യോഗാശ്രമിൽ വരുന്ന കുഞ്ഞിന്റെ കഴുത്ത് മുഴുവൻ കറുകറൂന്ന് കറുത്തിരിക്കുക. അപ്പൊ നമ്മൾ അവരുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നോക്കുമ്പോൾ അവർക്ക് പ്രീ ഡയബറ്റിക് ആണ് കുട്ടികൾ. അപ്പൊ അതൊരു കാര്യം. രണ്ട്, ഈ കുട്ടിക്ക് ഭയങ്കര വയറുവേദനയാണ്. അതുപോലെ തന്നെ അവർ പറയണ റിക്കറന്റ് സ്റ്റൊമക്ക് ഇൻഫെക്ഷൻ ആണ്. ഈ കുട്ടി മിക്ക ദിവസവും വയറുവേദനയായിട്ട് സ്കൂളിൽ പോകുന്നില്ല. അന്നേരം നമ്മൾ നോക്കുമ്പോഴാണ് ഇമ്മ്യൂണിറ്റിയാണ് അവരുടെ മെയിനായിട്ട് വരുന്ന പ്രശ്നം. വൈറ്റമിൻ ഡി കുട്ടിക്ക് കുറവായിരിക്കും. നമ്മൾ കുഞ്ഞുങ്ങളിൽ യൂഷ്വലി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറില്ലല്ലോ. അപ്പൊ വൈറ്റമിൻ ഡിയും അതുപോലെ തന്നെ കുട്ടി ക്ലാസ്സിലൊട്ടും മിടുക്കനല്ല, ഏത് സമയവും ഇങ്ങനെ സെഡേറ്റീവ് ആയിട്ടിരിക്കുന്ന വളരെ തൂങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയാണെന്ന് ടീച്ചർമാരുടെ കംപ്ലയിൻസ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കുമാണ് ആ കുട്ടിയെ നമ്മുടെ യോഗാശ്രമിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും ഈ കുഞ്ഞിന് വൈറ്റമിൻ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും, അവൻ്റെ ഉള്ളിൽ അലർജി ഭയങ്കര കൂടുതലായിരിക്കും. ആദ്യം നമ്മൾ ചെയ്യിപ്പിക്കുന്ന വിരയിളക്കുക എന്നുള്ള. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ പേരൻസ് കേൾക്കുമ്പോൾ അയ്യോ എൻ്റെ കുട്ടിക്ക് ഇനി ഐസ്ക്രീം കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവനൊരു ബർഗർ കൊടുക്കാൻ പറ്റുമോ, ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കും. വീക്കെൻഡിൽ ചെയ്തോട്ടെ. ഞാൻ പറയുന്ന ഡെയിലി ഒരു ഇതിനകത്ത്, അതായത് ഈ ജോലി ചെയ്യുന്നവരെ നമ്മുടെ കുട്ടികളാണെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇത് മേടിക്കുന്ന ഒരു രീതിയാണ്. അവർ ചിലപ്പോൾ ഓഫീസിൽ നിന്നുമ്പോൾ എനിക്കിത് തന്നില്ലെങ്കിൽ ഞാൻ അമ്മ ശരിയാക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ സാധനം പൊട്ടിക്കും, അവർക്കും ടെൻഷൻ ആവും. അപ്പൊ അവർക്ക് കുട്ടിയെ പറഞ്ഞ് കൗൺസിൽ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ചാല് ദിവസത്തിൽ 3 നേരത്തിൽ ഒരു നേരമെങ്കിലും അവർക്ക് നല്ല രീതിയിലുള്ള ഫ്രൂട്ട്സും അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ്സും അതുപോലെ തന്നെ സാധാരണ ചോറും കറിയും ഈ കുട്ടി കഴിക്കാനായിട്ട് നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കുക. ആഴ്ചയിൽ 1-2 ദിവസം അവർ പുറത്ത് പൊക്കോട്ടെ, ഐസ്ക്രീം മേടിച്ചു കൊടുത്തോട്ടെ, അതിന് പ്രശ്നമില്ല. പക്ഷെ ഇതൊരു ഡെയിലി ബേസിസിൽ വരുമ്പോൾ അവരുടെ ആരോഗ്യം തന്നെയാണ് പോകുന്നത്. അപ്പൊ ആ കുട്ടിക്ക് പ്രോബയോട്ടിക്കും, അതായത് ഈ കുട്ടികൾക്കൊക്കെ പഴങ്കഞ്ഞി എന്താന്ന് പോലും അറിയില്ല. അപ്പൊ ഒരു നേരമൊക്കെ ഒന്ന് കൊടുത്ത് മനസ്സിലാക്കിക്കണം. അതുപോലെ തന്നെ സദ്യവട്ടങ്ങള്, ഇതൊക്കെ എന്താണ്, മത്തങ്ങേരിശ്ശേരി എന്താ അറിയില്ല പിള്ളേർക്ക്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് പരിചയപ്പെടുത്തി ഇന്ന സാധനങ്ങൾ, ഇത്രയും നമ്പർ ഓഫ് കറീസ് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഈ ഒരു സാധനം മാത്രമല്ല ഉള്ളൂ എന്നുള്ളതൊക്കെ ഒന്ന് പരിചയപ്പെടും, എല്ലാം കഴിച്ചു പഠിപ്പിക്കണം. അതാണ് പറയുന്നത്. ശരിക്കും പാരന്റ്സ് ചോദിക്കാറുണ്ട്, അത് ഏതെങ്കിലും ഒരു കുട്ടിയുടെ പാരന്റ് ഇതുവരെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് എങ്ങനെയുള്ള ഭക്ഷണം കൊടുക്കണമില്ല, അവരുടെ ഒരു ഡെയിലി അവർക്ക് എന്താണ് നമ്മുടെ കിഡ്സിന് വേണ്ടിയിട്ട്, ആ കുട്ടിക്ക് വേണ്ടി ഇപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റ് ചാർട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. അതായത് കുട്ടികളുടെ ഇഷ്ടത്തിനുള്ള, അതായത് അവർക്ക് ഒരിക്കലും അതൊരു ഡയറ്റായിട്ട് തോന്നരുത്, ഒരു ഡയറ്റ് സെറ്റിംഗ് ആയിട്ടല്ല, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് ഡെക്കർ ചെയ്ത് പ്രസന്റ് ചെയ്യണ നല്ല രീതിയിലായിരിക്കണം. അപ്പൊ നമ്മൾ ചോറിനും അതിനൊക്കെ പകരം ഈ കുട്ടികൾക്ക് തന്നെ മില്ലറ്റ്സ്, അതുപോലെ തന്നെ മില്ലറ്റ്സിൽ തന്നെ റാഗി ന്യൂഡിൽസ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞപ്പോൾ നമ്മൾക്ക് ഒത്തിരി ആൾക്കാർക്ക് അറിയാം മാഗി ന്യൂഡിൽസ് വരുന്നു. ഈ ന്യൂഡിൽസിന് പകരം ഓർഗാനിക് റാഗി ന്യൂഡിൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കാണുമ്പോൾ ഇവർക്ക് ന്യൂഡിൽസ് ഫോമിൽ തന്നെയാണ് അതിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള നല്ല ഹെൽത്തി ഓപ്ഷൻസിലേക്ക് പോയിക്കൂടാ? കാണുമ്പോൾ ഉള്ള അട്രാക്ഷൻ ആണ്. കുട്ടികൾക്ക് കളറ് കാണും. അപ്പൊ ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയൊക്കെ ഉള്ളിട്ട് നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് റാഗിയുടെ ആ ഒരു ന്യൂഡിൽസ് വരുമ്പോൾ അതൊരു ബ്രൗൺ കളറാണ്, ഇതിനകത്ത് കളർഫുൾ ആണ്. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഇവർക്കൊരു പുതിയ വെറൈറ്റിയാണ് ഇവർക്ക് വേണ്ടത്. ഇവർക്ക് ഈ ചോറും കറിയും എല്ലാ ദിവസവും കണ്ട് ബഹളം ഉണ്ടാക്കും. അപ്പൊ ഞാൻ ഇതുകൊണ്ടാണ് ഈ എയർ കണ്ടീഷൻഡ് കുട്ടികൾ എന്ന് പറഞ്ഞ ആ ഒരു ഇതിനകത്തേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഇവരെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയും പാവം കുഞ്ഞുങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇവർ നല്ല പോലെ ഓടി കളിച്ചു കഴിഞ്ഞാലാണ് ഇവരുടെ ഈ ഗ്യാസും ഒക്കെ കെട്ടിക്കിടക്കുന്നൊക്കെ ഒന്ന് റിലീസ് ആവുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നല്ല പോലെ വേർത്ത് വീട്ടിൽ വന്ന് നന്നായിട്ട് കുളിച്ച് വരുമ്പോഴത്തേക്കും നാച്ചുറൽ ആയിട്ടുള്ള ആപ്പറ്റൈറ്റ് വരും. ഇതെന്ന് വെച്ചാൽ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയുന്നില്ല കുഞ്ഞ്, അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, മൈൻഡ്ഫുൾ അല്ല. എന്തോ കഴിച്ച് അവൻ വയറ് വീർക്കുന്നു, അവന് ഗ്യാസ് ആവുന്നു, വയറുവേദന എടുക്കുന്നു, വീണ്ടും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് 1 ഗ്ലാസ് പാൽ കൊടുക്കും, ഒന്നും ദഹിക്കില്ല. അപ്പൊ അതിനെ നല്ല രീതിയിൽ കളിച്ച് മണ്ണുമായിട്ടുള്ള സമ്പർക്കം, അതുപോലെ തന്നെ സൂര്യപ്രകാശം, ശ്വാസം നന്നായിട്ട് കിട്ടുക, ഇതൊക്കെ നമ്മൾ ചെയ്താൽ മാത്രമാണ് കുട്ടികൾ ഇനിയുള്ള ജനറേഷനെ നമുക്ക് രക്ഷിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. നമ്മൾ ഈ വർക്കിംഗ് എംപ്ലോയീസിൽ അല്ലെങ്കിൽ യുവാക്കളിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ കാണാറുണ്ട് വളരെ ഗ്ലൂമി ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം വേറെന്തോ ചിന്തയിലായിരിക്കും. അപ്പം നമ്മളിത് ചോദിക്കും നീ ഇത് ഏത് ലോകത്താണ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പം ഒരു 20 വയസ്സിന് മുകളിലുള്ള അധിക യുവാക്കളിലും ഒരു IBS എന്ന് പറയുന്ന ഒരു സിൻഡ്രോം നമ്മൾ കണ്ടുവരാറുണ്ട്. പലപ്പോഴും അത് വയറിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്ന് പറയുമെങ്കിലും ഡിപ്രഷൻ ടാബ്ലറ്റ്സ് ആണ് കൊടുക്കുന്നത്. ശരിക്കും എന്താണ് അതിന്റെ ഒരു റീസൺ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് തോന്നുന്നത്? IBS എന്ന് പറഞ്ഞാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അതായത് ഈ ഒരു കാര്യം കൂടുതലും ഭയങ്കര ടെൻഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഡയറിയും കോൺസ്റ്റിപ്പേഷനും മാറി മാറി വന്ന് വയറിന്റെ ഒരു സന്തുലിതാവസ്ഥ മാറുന്നതാണ്
ആ ഒരു കണ്ടീഷന് കാരണം. അപ്പം അതുകൊണ്ടാണ് അവരുടെ ടെൻഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആങ്സൈറ്റിയുടെ ടാബ്ലറ്റോ അല്ലെങ്കിൽ ഡിപ്രഷൻ്റെ ടാബ്ലറ്റോ കൊടുക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും മൂലകാരണത്തിനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെ വയറിൻ്റെ ഇൻറ്റസ്റ്റൈനൽ വാൾസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് സെറട്ടോണിൻ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ എന്നറിയില്ല, സന്തോഷം തരുന്ന ബാക്ടീരിയകളെ പറ്റി കേട്ടിട്ടുണ്ട്. ഈ സന്തോഷം അത് ഒത്തിരി പേര് ഈ സന്തോഷം തരുന്ന ബാക്ടീരിയയെ ടെസ്റ്റ് ചെയ്യാൻ പോയവരുണ്ട്. അതായത് ഡയാലിസ്റ്ററും കോപ്രോകോക്കസ് എന്ന് പറയുന്ന 2 ബാക്ടീരിയാസിന്റെ ആബ്സെൻസ് മൂലം ഡിപ്രഷൻ വരുന്നൊരു റിസർച്ച് കണ്ടെത്തുന്ന ഒരു പേപ്പർ കണ്ടിട്ട് ഈ ഡയാലിസ്റ്ററും കോപ്രോകോക്കസും ഞാൻ തപ്പിപ്പോയി ഡോക്ടറെ എന്ന് പറഞ്ഞ് ഒത്തിരി പേര് വന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അത്രയും ക്യൂരിയോസിറ്റി ഉണ്ട് ആൾക്കാർക്ക്, ഇത് എൻ്റെ ഉള്ളിലുണ്ടോ. അപ്പൊ അതിന്റെ ആബ്സെൻസ്, അതായത് സർട്ടൺ ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിൽ വേണം, സർട്ടൺ ബാക്ടീരിയാസ് വേണ്ട. അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സന്തോഷം, അതായത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു പായസം കുടിക്കുമ്പോൾ, ഒത്തിരി പേര് പായസ കൊതിയന്മാരാണ്, അതുപോലെ തന്നെ ഐസ്ക്രീം ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് ആ ഒരു ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നത്? അത് ചിന്തിച്ചിട്ടുണ്ട്. അത് സെറട്ടോണിൻ ഉൽപാദനം കൊണ്ടാണ്. അപ്പൊ സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ അധിക ഉൽപാദനം വന്നു കഴിയുമ്പോഴത്തേക്കും, അതിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ കൈൻഡ് ഓഫ് ഡയറിയ വരും. അതിന്റെ ഉൽപാദനം കുറയുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ വരും. അപ്പൊ ഇത് രണ്ടും കൊള്ളില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ രീതിയിലുള്ള സെറട്ടോണിൻ, അതുപോലെ തന്നെ ഡോപ്പമിൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾക്ക് ഹാപ്പി ഹോർമോൺസ് ആയിട്ട് വയറിന്റെ ഉള്ളിൽ നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് അവിടെയാണ് ഞങ്ങളുടെ യോഗ തെറാപ്പി അവിടെ വരുന്നത്. IBSന്റെ കാര്യം ഞാൻ പലപ്പോഴും കേൾക്കുന്നത്, അത് ടെൻഷൻ ഓറിയന്റഡ് എന്നുള്ള രീതിയിലാണല്ലോ വരുന്നത്. അത് മിക്കപ്പോഴും ഒരു ട്രാജഡി കഴിഞ്ഞവർക്ക്, അതായത് ഒരു ഡെത്ത് അല്ലെങ്കിൽ മറ്റേ ലോസ് ഓഫ് ജോബ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വരുന്നവരിൽ IBS കാണപ്പെടാറുണ്ട്. കാരണം അവർക്ക് ഭയങ്കരമായ ഒരു ടെൻഷൻ ട്രിഗർ ചെയ്ത് വരുന്ന ഒരു കണ്ടീഷനായിട്ട് പലപ്പോഴും IBSനെ കാണാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മളുടെ യോഗ തെറാപ്പിയിൽ നമ്മളത് അഡ്രസ്സ് ചെയ്യുന്നത് പാരാസിമ്പതറ്റിക് ആൻഡ് സിമ്പതറ്റിക് ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ. അപ്പൊ സിമ്പതറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്ന ആ ആള് ഏത് സമയത്ത് തുള്ളിച്ചാട്ടി നടക്കുക എന്നുള്ളതല്ല സിമ്പതറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. അലേർട്ട് ആവുന്നതിന് സിമ്പതറ്റിക്കും റിലാക്സ്ഡ് ആവുന്നതിന് പാരാസിമ്പതറ്റിക് എന്നും കോമൺ മാൻ്റെ ഭാഷയിൽ പറയാം. ഈ പാരാസിമ്പതറ്റിക് ആക്ടിവിറ്റി അവരുടെ വളരെ കുറവാണ്. ഒരാൾ മിണ്ടാതിരുന്നു എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലുള്ള തോട്ട്സ് കുറയുന്നില്ല, അത് ശരിയാണ് അല്ലേ? അപ്പൊ അവര് തോട്ട്സിനനുസരിച്ച് ഇങ്ങനെ ഓടിച്ചാടി ഒരു അങ്ങനെ നടക്കില്ല. മങ്കി ചാറ്ററിങ് ഇത് വരും അവർക്ക്. ഒരുപാട് ചിന്തിക്കുന്നവർ അധികം സംസാരിക്കില്ല. അവരുടെ ഉള്ളിലൊരു വോൾക്കാനോ ഇറപ്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ആ ഒരു പാരാസിമ്പതറ്റിക് ആക്ടിവിറ്റിയിലേക്ക് അവരെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഗട്ട് ബ്രെയിൻ ആക്സസ് ആണ്. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും പുതിയ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് റിസർച്ച് എന്ന് പറയുന്നത് ഞാൻ ആ വ്യക്തികളിൽ പഠിക്കുവാണ്. അപ്പൊ അതുകൊണ്ട് 1 മാസം കൊണ്ട് തന്നെ എനിക്ക് ഈ IBS പേഷ്യൻസിന്റെ എല്ലാ അവരുടെ സൈക്യാട്രിക് മെഡിസിൻസും നിർത്തി ഒരു വൈറ്റമിൻ ഡി കൊണ്ടും പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് കൊണ്ടും അതുപോലെ തന്നെ യോഗ തെറാപ്പിയിലൂടെ അവരുടെ ലൈഫിലേക്ക് എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പൂർണ്ണമായിട്ട് സാധിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും മറ്റേ ലക്ഷണങ്ങളെ ട്രീറ്റ് ചെയ്യാതെ മൂലകാരണത്തിനെ ട്രീറ്റ് ചെയ്യും.